മെഗാ താരലേലം ഇന്നും നാളെയുമായി സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടക്കും. ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30-ക്കാണ് ലേല നടപടികൾ. ലേലത്തിനിറങ്ങുന്ന ഓരോ ഫ്രാഞ്ചൈസിയും കയ്യിൽ എത്ര തുക ബാക്കിയുണ്ട്, എത്ര താരങ്ങളെ വേണം, എല്ലാം നിങ്ങൾക്ക് വിശദമായിട്ട് അറിയാം. അനിൽ വാസുദേവ് തയ്യാറാക്കിയ ഈ എക്സ്പ്ലെയിനർ ശ്രദ്ധിക്കൂ. 120 കോടി രൂപയാണ് ഓരോ ഫ്രാഞ്ചൈസിക്കും താരങ്ങളെ വാങ്ങാൻ പരമാവധി ചെലവഴിക്കാവുന്ന തുക. 25 താരങ്ങൾ നിർബന്ധമായും ടീമിൽ വേണമെന്നും നിബന്ധനയുണ്ട്. റിട്ടൻഷൻ ഓപ്ഷൻ ഉപയോഗിച്ച നിലവിലെ ചില താരങ്ങളെ ടീമുകൾ നിലനിർത്തിയിരുന്നു. ഇതോടെ ഇനി ഓരോ ടീമുകളുടെയും കയ്യിൽ എത്ര തുക ബാക്കിയുണ്ട്, എത്ര താരങ്ങളെ ഇനി വേണം എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. 2 വിദേശ താരങ്ങൾ ഉൾപ്പെടെ 6 പേരെയാണ് KKR നിലനിർത്തിയത്. 69 കോടി രൂപ ഇവർക്കായി ചെലവഴിച്ചതോടെ പേഴ്സിൽ ബാക്കിയുള്ളത് 51 കോടി രൂപ. ഈ തുക ഉപയോഗിച്ച 19 താരങ്ങളെ വാങ്ങണം ഷാരൂഖ് ഖാന്റെ ടീമിന്. 6 താരങ്ങളെ നിലനിർത്തിയതിനാൽ RTM കാർഡ് ഒന്നും ബാക്കിയില്ല. ഇനി 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിലേക്കാണ്. രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും അടക്കം കോർ ടീമിനെ തന്നെ മുംബൈ നിലനിർത്തിയിരുന്നു. ഈ 5 താരങ്ങൾക്കായി 75 കോടി രൂപയാണ് മുംബൈ മുടക്കിയത്. ബാക്കിയുള്ള 45 കോടിക്ക് ലേലത്തിൽ നിന്ന് 20 താരങ്ങളെ വാങ്ങണം മുംബൈക്ക്. ഒരു RTM കാർഡാണ് മുംബൈയുടെ കൈവശമുള്ളത്. പക്ഷേ അതുകൊണ്ട് ദേശീയ ടീമിനായി ഇതുവരെ കളിക്കാത്ത അഥവാ അൺക്യാപ്ഡ് താരത്തെയാണ് മുംബൈക്ക് വാങ്ങാനാവുക. ഇനി മറ്റൊരു ചാമ്പ്യൻ ടീമിലേക്ക്. 5 തവണ കിരീടം നേടിയിട്ടുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് MS ധോണി ഉൾപ്പെടെ 5 പേരെയാണ് നിലനിർത്തിയത്. ഇവർക്കായി 65 കോടി രൂപ മുടക്കിയ CSKയുടെ കയ്യിൽ ബാക്കിയുള്ളത് 55 കോടി രൂപയാണ്. ചെന്നൈയുടെ കയ്യിലും ബാക്കിയുള്ളത് ഒരു RTM കാർഡാണ്. വിരാട് കോഹ്ലി അടക്കം 3 താരങ്ങളെ 37 കോടി രൂപയ്ക്കാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു നിലനിർത്തിയത്. 22 താരങ്ങളെ വാങ്ങാൻ 83 കോടി രൂപ RCBയുടെ പേഴ്സിലുണ്ട്. 3 RTM കാർഡ് കൈവശമുള്ളതും RCBക്ക് ഗുണം ചെയ്യുമെന്ന് കരുതാം. നായകൻ സഞ്ജു സാംസൺ അടക്കം 6 താരങ്ങളെ 79 കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് നിലനിർത്തിയത്. ഇനി 19 താരങ്ങളെ വാങ്ങാൻ 41 കോടി രൂപയെ രാജസ്ഥാന്റെ കൈവശമുള്ളൂ. ലേലത്തിൽ ഏറ്റവും കുറവ് തുക രാജസ്ഥാനാണ്. RTM കാർഡുകളും കൈവശമില്ല. കഴിഞ്ഞ സീസണിൽ വെടിക്കെട്ട് ബാറ്റിംഗ് കൊണ്ട് വിസ്മയിപ്പിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദ് ഹെൻറിച്ച് ക്ലാസിനും ട്രാവിസ് ഹെഡും പാറ്റ് കമ്മിൻസും അടക്കം 5 പേരെ 75 കോടി രൂപയ്ക്ക് നിലനിർത്തിയിരുന്നു. 20 താരങ്ങളെ വാങ്ങാൻ SRHന്റെ കയ്യിൽ ബാക്കിയുള്ളത് 45 കോടി രൂപ. ഒരു RTM കാർഡും കയ്യിലുണ്ട്. മുൻ ചാമ്പ്യന്മാരായ ഗുജറാത്ത് ടൈറ്റൻസ് 51 കോടിക്ക് 5 താരങ്ങളെ നിലനിർത്തിയിരുന്നു. 20 താരങ്ങളെ വാങ്ങാൻ കയ്യിൽ ബാക്കിയുള്ളത് 69 കോടി രൂപ. ഒരു RTM ഓപ്ഷനും ഗുജറാത്തിന് ഉപയോഗിക്കാം. 4 താരങ്ങളെ 47 കോടിക്ക് നിലനിർത്തിയ ഡൽഹി ക്യാപിറ്റൽസ് 73 കോടി രൂപയുമാണ് ലേലത്തിനെത്തുന്നത്. 21 താരങ്ങളെ വേണ്ട DCക്ക് 2 RTM ഓപ്ഷനും ഉപയോഗിക്കാം. 5 താരങ്ങളെ 51 കോടി രൂപയ്ക്ക് നിലനിർത്തിയ ലക്നൗ സൂപ്പർ ജയൻസിനാകട്ടെ 69 കോടി രൂപ പേഴ്സിലുണ്ട്. 20 താരങ്ങളെ വേണ്ട LSCക്കും ഒരു RTM ഓപ്ഷൻ ബാക്കിയുണ്ട്. ലേലത്തിൽ ചന്നം ഭിന്നം വിളി പ്രതീക്ഷിക്കുന്നത് പ്രീതി സിൻഡയുടെ പഞ്ചാബ് കിങ്സിൽ നിന്നാണ്. 2 അൺക്യാപ്ഡ് താരങ്ങളെ വെറും 9.5 കോടിക്ക് നിലനിർത്തിയ പഞ്ചാബിൻ്റെ കയ്യിൽ 110.5 കോടി ബാക്കിയുണ്ട്. 23 താരങ്ങളെ വേണം പഞ്ചാബിന്. 4 RTM കാർഡുകളുമായി അക്കാര്യത്തിലും മുമ്പൻ പഞ്ചാബ് തന്നെ. 10 ഫ്രാഞ്ചൈസികളും കൂടി ആകെ 204 താരങ്ങൾക്ക് വേണ്ടിയാണ് ലേലം വിളിക്കുക. ആകെ 641.5 കോടി രൂപ ഈ 2 ദിവസങ്ങളിലായി ടീമുകൾ പൊടിക്കും.